ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമസ്കാരം പറയാറില്ലേ ഇങ്ങനെ, അത് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്റ്റ്, അതല്ലെങ്കിൽ നമ്മൾ ഒരു ഡിവോഷൻ, ഭക്തിയുടെ ഭാഗമായിട്ട് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ കൂപ്പിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊരു മുദ്രയാണ്, നമസ്കാർ മുദ്ര അല്ലെങ്കിൽ അഞ്ജലി മുദ്ര എന്ന് പറയും. നമസ്കാർ, അതിൻ്റെ മീനിങ് നമസ് എന്ന് പറഞ്ഞാൽ വണങ്ങുക, കാർ ഡൂയിങ്. അപ്പം നമസ്കാർ എന്ന് പറഞ്ഞാൽ വണങ്ങുക, ബോ ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ നമസ്തേ, തേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യു ന്ന്, ബൗ ടു യു, നിന്നെ വണങ്ങുന്നു എന്നാണ് അർത്ഥം. ആക്ച്വലി ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ അഭിവാദനം ചെയ്യാൻ നമസ്കാരം പറയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളിലുള്ള അതേ ജീവചൈതന്യം ആണ് മറ്റേ ആളിലും ഉള്ളതെന്ന് മനസ്സിലാക്കി ആ ലൈഫ് ഫോഴ്സ്, ആ ചൈതന്യത്തെ വണങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഞാനും നിങ്ങളും ഒന്നാണെന്നുള്ള തിരിച്ചറിവ്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അവനവനെ അറിയുക, ഞാനും നിങ്ങളും ഒന്നാണെന്ന് തിരിച്ചറിയുക. ആ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം, നമ്മളിലേക്ക് തന്നെ പോവുക എന്നൊക്കെ അതിന് പറയും. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ഈ നമസ്കാര മുദ്ര. ഒരു നമ്മൾ ആത്മീയമായിട്ട് വളരാൻ, സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ നമസ്കാര മുദ്രയെ പറയാം. നമ്മളിതൊന്നും അറിയാതെയാണ് നമസ്കാരം പറയുന്നതെങ്കിലും നമ്മളൊന്ന് നമസ്കാരം പറയുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവർ നമസ്കാരം പറയാൻ കിട്ടുന്ന ഒരു അവസരവും കളയണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ നമസ്കാര മുദ്ര എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. രണ്ട് കൈകളും ഫിംഗേഴ്സ് എല്ലാം ചേർത്ത് നമ്മുടെ തമ്പ് യോജിച്ച് അത് നമ്മുടെ ചെസ്റ്റിൻ്റെ മിഡിലിൽ, അതായത് സ്റ്റെർണത്തെ ടച്ച് ചെയ്ത് ഇരിക്കണം. ഇങ്ങനെ നമസ്കാര മുദ്ര പിടിക്കാം. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ഈ കൈവെള്ളയിലും ഫിംഗർ ടിപ്സിലും ഒക്കെ നിരവധി നെർവ് എൻഡിങ്സ് ഉണ്ട്. അപ്പം നമ്മൾ കൈപ്പത്തി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് ഈ നെർവ് എൻഡിങ്സ് എല്ലാം സ്റ്റിമുലേറ്റ് ആകുന്നുണ്ട്. അക്യുപ്രഷർ പോയിന്റ്സ് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അക്യുപ്രഷർ മസാജ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ നെർവ് എൻഡിങ്സ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ നെർവസ് സിസ്റ്റം ബാലൻസ്ഡ് ആകുന്നു. നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്സൊക്കെ കുറയുന്നു. അതുപോലെ BP ഉള്ളവരുടെ കുറയുന്നു. അങ്ങനെ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി കാമാകാൻ വളരെ പ്രയോജനം ചെയ്യുന്ന മുദ്രയാണ് നമസ്കാർ മുദ്ര, അഞ്ജലി മുദ്ര അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയാം. ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിന്നുകൊണ്ട് ചെയ്യാം. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം, റിട്രീറ്റ് സെൻറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ നിൽക്കുന്നു, അതുപോലെ കൈകൾ അടിച്ച് നമ്മൾ പാട്ടുപാടി ആരാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വളരെ ഒരു റിലാക്സിങ് എക്സ്പീരിയൻസ് തോന്നാറുണ്ട്. അത് നമ്മുടെ ഈ നെർവ് എൻഡിങ്സ്, ഈ കൈ അടിക്കുന്നത് വഴി നമ്മുടെ ഈ നെർവ് എൻഡിങ്സ് എല്ലാം സ്റ്റിമുലേറ്റ് ആയി നമുക്കൊരു റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ വിശ്വാസം, അത് വേറെ വിശ്വാസം, അതാണല്ലോ എല്ലാം. പിന്നെ മറ്റു ഗുണങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ മുദ്ര പിടിക്കുമ്പോൾ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ തമ്പ്, തള്ളവിരൽ രണ്ടും നമ്മുടെ സ്റ്റെർണത്തിനോട് ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. സ്റ്റെർണം മീൻസ് നമ്മുടെ ബ്രസ്റ്റ് ബോണിൻ്റെ ജസ്റ്റ് അപ്പർ മിഡിൽ ഭാഗത്തായിട്ട് വരും. ആ സ്റ്റെർണത്തിൻ്റെ ബാക്കിലുള്ള തൈമസ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ആയിട്ട് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ബാലൻസ് ആവുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ബാലൻസ് ആവുന്നുണ്ട്. നമ്മുടെ കോർഡിനേഷൻ കൂടാനുണ്ട് ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള ഒരു മുദ്രയാണ് നമസ്കാര മുദ്ര. നമുക്കറിയാം, സൂര്യ നമസ്കാരം, സൺ സല്യൂട്ടേഷനിൽ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന പ്രണാമാസനം നമ്മൾ ഇങ്ങനെ നമസ്കാര മുദ്ര പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പൂർവികരൊക്കെ പ്രഭാതത്തിൽ എണീറ്റ് കുളിച്ച് സൂര്യഭഗവാനെ പ്രണമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ സണ്ണിനെ നമ്മൾ സല്യൂട്ട് ചെയ്യുക, നമസ്കരിക്കുക. അതൊരു ഭക്തിയുടെ ഭാഗമായിട്ടാണ് ചെയ്തിരുന്നത്, സൂര്യ ഭഗവാനെ നമസ്കരിക്കുക. പക്ഷേ ഇപ്പം നമുക്കറിയാം, സൺ എനർജി, ആ എനർജി ഇല്ലെങ്കിൽ ഒന്നുമില്ല അല്ലേ. അപ്പം ഞാൻ അതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ മുദ്ര പിടിച്ച് നമുക്കൊരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ കൈ കൂപ്പി നിന്ന് നമസ്കാര മുദ്ര, അഞ്ജലി മുദ്ര പിടിച്ച് കണ്ണുകളടച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് ദീർഘനേരം ഇങ്ങനെ നോർമൽ ബ്രീത്തിങ്ങിലോ ഡീപ്പ് ബ്രീത്തിങ്ങിലോ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. അങ്ങനെ നമുക്കൊരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് പോകാൻ സാധിക്കും. ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു, സ്ട്രെസ് ആൻഡ് ടെൻഷൻ കുറയും, മൈൻഡ് ആൻഡ് ബോഡി കാമാക്കും, നമ്മുടെ തൈമസ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എൻഡോക്രൈൻ സിസ്റ്റം ബാലൻസ് ആകും. ഓക്കെ, അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഇതൊരു പുതിയ അറിവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പം എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ